ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 4 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് 5ാമത്തെ ശ്ലോകം നോക്കാം. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. അവ്യക്താസക്തചേതസാം, അവ്യക്തബ്രഹ്മത്തിൽ ആസക്തചിത്തരായ, തേഷാം അവർക്ക്, ക്ലേശഃ ക്ലേശം, അധികതരഃ വളരെ കൂടുതലാകുന്നു, ഹി എന്തെന്നാൽ, അവ്യക്താഗതിഹി നിരാകാര നിർഗുണ ബ്രഹ്മത്തിലേക്കുള്ള, അതായത് അവ്യക്തഭാവത്തിലുള്ള ബ്രഹ്മത്തിലേക്കുള്ള മുന്നേറ്റം, ദേഹവദ്ഭീർ ദേഹധാരികൾക്ക്, അതായത് ശരീരികൾക്ക്, ദുഃഖം ക്ലേശത്തോടെ മാത്രം അവാപ്യതേ ലഭിക്കുന്നു. അവ്യക്തബ്രഹ്മത്തിൽ, അതായത് നിരാകാര നിർഗുണമായ ബ്രഹ്മഭാവത്തിൽ ആസക്തചിത്തരായ അവർക്ക് ക്ലേശം വളരെ കൂടുതലാകുന്നു. എന്തെന്നാൽ നിരാകാര നിർഗുണ ഭാവത്തിലുള്ള ബ്രഹ്മത്തിലേക്കുള്ള മുന്നേറ്റം ദേഹധാരികൾക്ക്, അതായത് ശരീരികൾക്ക് ക്ലേശത്തോടെ മാത്രം ലഭിക്കുന്നതാണ്. പരമപുരുഷൻ്റെ, പരമാത്മാവിൻ്റെ അഥവാ ഈശ്വരൻ്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ അഥവാ നിരാകാരമായ ഭാവത്തിൽ ആസക്തചിത്തരായവർക്ക്, അഥവാ അതിൽ തൽപരരായവർക്ക് ആത്മീയ പുരോഗമനത്തിന് പ്രയാസം കൂടുതലാണ്. ദേഹധാരികളായ മനുഷ്യർക്ക് ദേഹശൂന്യമായ അഥവാ നിരാകാരമായ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ ദുഷ്കരമായ കഠിനമായ പ്രയത്നം ആവശ്യമാണ്. ഈ മാർഗം വളരെ ക്ലേശകരമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ മാർഗം പിന്തുടരുന്നവരെ ജ്ഞാനയോഗികൾ എന്ന് പറയുന്നു. അതായത് ഭഗവത് തത്വത്തെ ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കുന്നവരാണവർ. അതുകൊണ്ടാണ് അവരെ ജ്ഞാനയോഗികൾ എന്ന് പറയുന്നത്. ഭക്തിപൂർവം ഭഗവത് രൂപത്തെ, അതായത് സ്വന്തം ഇഷ്ടരൂപത്തെ, സാകാരമായ ഭാവത്തെ ഉപാസിച്ച് സാധനകളിൽ ഏർപ്പെടുന്നവരെ ഭക്തിയോഗികൾ എന്നും വിളിക്കുന്നു. 2 മാർഗങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെ, സാക്ഷാത്കാരം. എങ്കിലും ജ്ഞാനയോഗത്തിൻ്റെ വഴി വളരെയേറെ പ്രയാസമേറിയതാണ്. ഭക്തിയോഗമാകട്ടെ സ്വാഭാവികവും പ്രയാസരഹിതവുമാണ്. ജനനം മുതൽക്കേ ശരീരബദ്ധനാണ് ജീവാത്മാവ്. അതുകൊണ്ട് താൻ ശരീരമല്ലെന്ന് വെറുതെ മനസ്സിലാക്കാൻ ജീവാത്മാവിന് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ശരീരസങ്കല്പത്തിനനുസൃതമായി ഈശ്വരനെയും അവർ സങ്കല്പിക്കുന്നത്. സഗുണനും സാകാരനുമായി ഈശ്വരനെ സങ്കല്പിച്ച് ആരാധിക്കുന്നതാണ് അവർക്ക് തൃപ്തികരം. ക്ഷേത്രവിഗ്രഹത്തിൽ ഭഗവത് രൂപം ദർശിച്ച് ആരാധിച്ച് അവർ ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഭക്തൻ വിഗ്രഹത്തെ അല്ല കാണുന്നത്, ശ്രീകോവിലിൽ സാക്ഷാൽ ഭഗവാനെ തന്നെയാണ്. എന്നാൽ നിരാകാരഭാവത്തെ ആശ്രയിക്കുന്ന ജ്ഞാനയോഗിക്ക് ഈ ദർശനവും താതാത്മ്യവും അസ്വീകാര്യമാണ്, അഥവാ അപ്രാപ്യമാണ്. അവരുടെ മാർഗം കഠിനതരമാണ്. അവ്യക്തമായ പരമാത്മതത്വത്തെ വേദോപനിഷത്തുകളിൽ നിന്ന് പഠിച്ചറിയണം. അതിൻ്റെ തത്വങ്ങൾ, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് എന്താണ് ഈശ്വരൻ എന്നുള്ള തത്വത്തെ അറിയലാണ് അവർ ചെയ്യുന്നത്. അത് സ്വയം ഉള്ളിൽ അനുഭവിച്ചറിയുകയും വേണം. പഠിച്ചാൽ മാത്രം പോരാ.
സാധാരണ മനുഷ്യന് ഒട്ടും എളുപ്പമല്ല ഈ മാർഗം. അവർ ഭഗവാനെ അറിയുവാനാണ് ശ്രമിക്കുന്നത്. എന്താണ് ഭഗവാൻ, ആരാണ് ഭഗവാൻ എന്ന് അറിയുവാനാണ് അവർ ശ്രമിക്കുന്നത്. ഭക്തനോ അവനങ്ങനെ അറിയാൻ ഉള്ള യത്നമൊന്നുമില്ല. പിന്നെയോ ഭഗവാനുമായി ലയിച്ചു ചേരുവാനും അതിനായി ഭഗവാന് സ്വയം സമർപ്പിക്കുവാനുമാണ് ഭക്തൻ ശ്രമിക്കുന്നത്. ഈ സമർപ്പണത്തിൻ്റെ പ്രക്രിയയെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. ജ്ഞാനയോഗിയും ഭഗവത് തത്വം മനസ്സിലാക്കി ആത്യന്തികമായി ഈ ശരണാഗതിയിൽ തന്നെ എത്തപ്പെട്ടാൽ മാത്രമേ ആത്മസാക്ഷാത്കാരം നേടാനാവുകയുള്ളൂ. ഭക്തനാവട്ടെ നേരിട്ട് ആ സമർപ്പണഭാവത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഭക്തിയുടെ മാർഗമാണ് ഏറ്റവും ലളിതമായതും ശ്രേയസ്കരമായതും എന്ന് ഭഗവാൻ മുൻ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.